ഒരാൾ ഓടി വന്നിട്ട് ആ ഫ്രൂട്ട്സിനെയൊക്കെ തള്ളിയിട്ട് ആ കടനെ തന്നെ നാശമാക്കി. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ആ കടനെ നാശമാക്കിയതല്ല, ഈ വീഡിയോ കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും റിയലിസ്റ്റിക് അതല്ല. കാരണം ഇപ്പൊ വരുന്ന എല്ലാ വീഡിയോസും റിയലിസ്റ്റിക് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെന്റ് ക്യാമറ ആംഗിളിൽ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾക്കൊരു വീഡിയോ ഔട്ട്പുട്ട് കിട്ടി. ഈ ഒരു വീഡിയോ എടുക്കാൻ എത്ര ടൈം ആവും, എവിടെയൊക്കെ ക്യാമറ വെക്കണം, ആ പ്ലേസിനുള്ള ചെലവ്, ഇതൊന്നും ഇല്ലാണ്ട് വെറും സെക്കൻഡ്സ് കൊണ്ടാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ട്രെൻഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കിയത് ആ ഒരു ഒറ്റ AI ടൂൾ ഉപയോഗിച്ചിട്ടാണ്. എന്തിന്, ഞാൻ 2 സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രാഡ് പിറ്റും ടോം ക്രൂസും കൂടെ ഫൈറ്റ് ചെയ്യണത്. He knew too much about our Russia opera. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് വെറും 2 വരി പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഞാൻ ഏത് AI ടൂൾ ആണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു AI ടൂളിന്റെ പേരാണ് Seedance 2.0. നമ്മുടെ ബൈറ്റ് ഡാൻസ് ഉണ്ടല്ലോ, അതന്നെ ടിക്ടോക്കിന്റെ കമ്പനി, അവരിറക്കിയ പുതിയ AI മോഡലാണ്. ഇതിന്റെ പ്രത്യേകത തന്നെ ഫ്രെയിം ലെവൽ പ്രിസിഷൻ. അതായത് നിങ്ങൾ ഒരു ഒബ്ജക്റ്റോ ഇമേജോ കൊടുക്കുകയാണെങ്കിൽ അതിനെ പല ഡിഫറെന്റ് ആംഗിളിൽ നമ്മൾക്ക് വീഡിയോസ് ആയിട്ട് മാറ്റാൻ പറ്റും, ഒരു ചേഞ്ചസും വരുത്താതെ. അതല്ല നമ്മൾക്ക് ആവശ്യം. അത് മാത്രമല്ല, ഓഡിയോ സിങ്കും ലിപ് സിങ്കും ഫിസിക്സും ക്യാമറ ആംഗിൾസും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കും, ഇമേജ് കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ രണ്ടും കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കും. പക്ഷെ ഇതിലുണ്ടല്ലോ 12 ഫയൽസ് ഒരുമിച്ച് കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അതായത് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഔട്ട്പുട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇത് ഒഫീഷ്യലി റിലീസ് ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ബീറ്റ വേർഷൻസ് അവൈലബിൾ ആണ്. അത് കുറെ ചൈനീസ് സൈറ്റിലും അതേപോലെ ഇവരുടെ ഏർലി ആക്സസും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് കുറെ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെബ്രുവരി 24 ഇത് ലോഞ്ച് ആവുന്നതായിരിക്കും. സോ നമ്മൾക്ക് എന്താ വേണ്ടത്? ഫ്രീ ആയിട്ടും അതേപോലെ പെട്ടെന്ന് ഈസി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരും. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇപ്പൊ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്യുക.